ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ സാധാരണ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ് എടുക്കുന്നത്. ഒരു കൃഷി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ. നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു ഹോംഫേർട്ടിൻ്റെ ഹോമിയോ മരുന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് ആ മരുന്ന്. കർഷകരൊക്കെ ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി അതൊന്ന് വാങ്ങണമെന്ന്. അപ്പോൾ എൻ്റെ വാപ്പി എന്ന് ഇത് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിൽ എഴുതിയിരിക്കുന്ന MRP 599 രൂപയാണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് കിട്ടിയത് 20 രൂപയ്ക്കാണ്. അപ്പോൾ ഈ മരുന്ന് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഏതൊക്കെ മരങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. അവിടെ ആയിട്ടൊരു മരമുന്തിരി എന്ന് പറയുന്ന ഒരു മരമുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പേര് ജബോട്ടിക്കാവ എന്നാണ്. മലയാളത്തിൽ മരമുന്തിരി എന്നും പറയും. ഇതിൽ ആകെ ഒരു പഴമാണ് ഇതുവരെ തന്നിട്ടുള്ളൂ. ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു അമ്പഴങ്ങ മരം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഈ മരം. എന്നാലും നമ്മൾ ഈ അമ്പഴത്തിന് നന്നായിട്ട് അപ്ലൈ ചെയ്യും. അമ്പഴത്തിന് തൊട്ടടുത്തായിട്ട് ഒരു മാവ് നട്ടിട്ടുണ്ട്. ഈ മാവ് ഇതുവരെ കായ്ച്ചിട്ടില്ല. 10 വർഷമായി തോന്നുന്നു ഇത് നട്ടിട്ട്, എന്നിട്ടും ഇത് കായ്ച്ചിട്ടില്ല. ഇവിടെ ആയിട്ട് മോതിരവളയൊക്കെ കായ്ക്കാത്തത് കൊണ്ട് നമ്മൾ ഇട്ട് നോക്കി, എന്നിട്ടും ഇത് കായ്ച്ചിട്ടില്ല. ഈ മരത്തിന് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ മാവിന് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു പേരമരം വരുന്നുണ്ട്. ഇത് പണ്ടൊക്കെ നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരുന്നതാണ്. ഇത് മുകളിലോട്ട് വളർന്നു പോയപ്പോൾ ഇത് ഞങ്ങൾ വെട്ടി ചെറുതാക്കി. അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 1 കിലോത്തോളം വരും ഇതിൻ്റെ പേരക്കൻ്റെ വലിപ്പം. ഇതിനും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതായിട്ടൊരു കശുമാവ് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതിനും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഞാൻ തുറക്കാൻ പോവാണ്. ഇവിടെ ആയിട്ടൊരു സിൽവർ കോട്ടിങ് നൽകിയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ വച്ചാണ്. ഇത് ഞാൻ നേരത്തെ പൊട്ടിച്ചിരുന്നു. 5 ലിറ്റർ വെള്ളത്തിന് 1 ടീസ്പൂൺ പൊടിയാണ് നമ്മൾ ഇടേണ്ടത്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കശുമാവിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ ചോട്ടിൽ കുറെ ഇലകളൊക്കെ കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വാരിക്കളയാം. നമുക്ക് ഇതിന്റെ ചുറ്റും ഒഴിച്ചു നോക്കാം. ഇപ്പൊ നമ്മൾ കശുമാവിനാണ് അപ്ലൈ ചെയ്തത്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ മരങ്ങൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് ഞാൻ പറയാം. റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നന്ദി.